ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ നിസാർ. മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുകയാണ്, ഐഡന്റിഫൈ ആൻഡ് ക്ലാസിഫൈ ദ ഡിഫറെന്റ് ടോക്കൺ ഇൻ ദ ഫോളോയിങ് C++ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ നോക്കാം, ഏജ് ഇസ് ഈക്വൽ ടു 18 എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ടോക്കൺസ് ഏതൊക്കെയുണ്ടല്ലോ? ഏജ് ഈസ് ആൻ ഐഡന്റിഫയർ. ഏജ് എന്താ മക്കളെ? അത് ഐഡന്റിഫയർ ആണ്. നെക്സ്റ്റ്, ഈക്വൽ ടു ഇസ് ആൻ ഓപ്പറേറ്റർ. നെക്സ്റ്റ് 18 ഈസ് ആൻ ഇന്റിജർ ലിറ്ററൽ അല്ലേ? ഓക്കെ, യെസ്. നെക്സ്റ്റ്, ദ ടോക്കൺ ദാറ്റ് കൺവേ എ സ്പെസിഫിക് മീനിങ് ടു ദ ലാംഗ്വേജ് കമ്പൈലർ ഓർ കോൾഡ്. മക്കളെ, ലാംഗ്വേജ് കമ്പൈലർ ഒരു സ്പെസിഫിക് മീനിങ് കൺവേ ചെയ്യുന്ന വേർഡ്സുകൾ എന്ത് വിളിക്കടാ? നമുക്ക് കീവേഡ്സ് വിളിക്കാം അല്ലേ? നെക്സ്റ്റ് എടുത്ത് നോക്കാം, ക്ലാസിഫൈ ദ ഐഡന്റിഫയർ ഗിവൺ ബിലോ ആൻഡ് വാലിഡ് ആൻഡ് ഇൻവാലിഡ്. ഗീവ് ദ റീസൺ ഫോർ ഇൻവാലിഡിറ്റി. ഇൻവാലിഡ് റീസൺ പറയും. ഇവിടെ സം നമുക്ക് ഐഡന്റിഫയർ കാര്യം ഇടയ്ക്ക് സ്പേസിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നെക്സ്റ്റ്, ഇഫ് എന്താ നമ്മളത് കീവേഡ് ആണ്. ഇഫ് കീവേഡ് ആണ്. കീവേഡ് ഒരിക്കലും ഐഡന്റിഫയർ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ. നെക്സ്റ്റ്, അണ്ടർസ്കോർ അണ്ടർസ്കോർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇടയ്ക്ക് സ്പേസിങ് പറ്റുമോ? സ്പേസിങ് പറ്റത്തില്ല. സ്പേസിങ് അലൗഡ് അല്ല. നെക്സ്റ്റ്, സ്വിച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, സാറേ സ്വിച്ച് ഇസ് എ കീവേഡ് അല്ലയോടാ? സാറേ സ്വിച്ച് കീവേഡ് ആണ്, അത് ഐഡന്റിഫയർ ആണോ? ഇത് ഐഡന്റിഫയർ ആണ്. പക്ഷേ സ്വിച്ച് ഇതാണ്, ഇങ്ങനെ എഴുതുവാണ്, എല്ലാ സ്മോൾ ആയിട്ട് എഴുതുവാണ്. ഇവിടെ നോക്കണം, ഇവിടെ എസ് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ എസ് വരികയാണെങ്കിൽ സ്വിച്ച് കീവേഡ് അല്ല. സോ എന്തായിരിക്കണം? അവിടെ നോക്കുക, ക്യാപിറ്റൽ സ്മോൾ നോക്കുക. അപ്പൊ സ്വിച്ചിനകത്ത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണ്. സോ എന്തായിരിക്കണം? അത് ഐഡന്റിഫയർ ആണ്. അത് വാലിഡ് ഐഡന്റിഫയർ ആണ് അല്ലേ? നെക്സ്റ്റ് നോക്കാം, സ്റ്റുഡേജ് എന്ന് പറയുന്നത് ഇടയ്ക്ക് മക്കളെ സ്പേസിംഗ് ഇതിനോടാ ഇല്ല. സോ അതെന്താണ്? ഐഡന്റിഫയർ ആണ്, ഇൻവാൾഡ് ആണ്. ഓക്കെ, അതിനകത്ത് ഇൻവാൾഡ് മക്കളെ ഏതൊക്കെ ഉണ്ടാ? എന്താണ് ഇൻവാൾഡ്? ഏതൊക്കെയുണ്ട്? ഇൻവാൾഡ് നം1ഉം ഇഫും. ഓക്കെ, സെറ്റ് ഇല്ലടാ? യെസ്. ഓക്കെ, ഇവിടെ നോക്കാം, ക്ലാസിഫൈ ദ ഫോളോയിങ് വാലിഡ് ആൻഡ് ഇൻവാലിഡ് റിയൽ കോൺസ്റ്റന്റ്സ്. ജസ്റ്റിഫൈ ആൻസർ. ഇവിടെ കുറെ വാലിഡ് ആയിട്ടുള്ളതും ഇൻവാലിഡ് ആയിട്ടുള്ള റിയൽ കോൺസ്റ്റന്റ്സ് കൊടുത്തപ്പോ ഉണ്ട്. അതിനകത്ത് ആൻസർ നിങ്ങൾ ജസ്റ്റിഫൈ അല്ലേ? ഇവിടെ വെക്കാം 77,0,00. ഓക്കെ, അങ്ങനെ കൊടുത്തേക്കാണ് അല്ലേ? ഇവിടെ വെക്കാം, ഇവിടെ ഇത് വാലിഡ് ആയിട്ടുള്ള റിയൽ കോൺസ്റ്റന്റ് അഥവാ ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്റർ ആണോ? അല്ല. ഇവിടെ വെക്കാടാ, നമുക്ക് എന്താണ് ഇത്? മാൻഡിസ പാർട്ടാണ്. ഓക്കെ, ഈ മാൻഡിസ പാർട്ട് എന്താ നമുക്ക് ഒരിക്കലും കോമ അലൗഡ് അല്ല. അവിടെ കോമ ഒരിക്കലും അലൗഡ് അല്ല. കോമ നോട്ട് അലൗഡ് കേട്ടോ. കോമ ഒരിക്കലും അലൗഡ് അല്ല. 7.0 ഒരു കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് 3.14 കുഴപ്പമില്ല, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററിലാണ്. ദെൻ -5 -5.0 അല്ലെങ്കിൽ 5.0 അല്ല, -5.0 5.0 ഒരിക്കലും ദാണ്ട് ഇതാണ് മാൻഡിസ, ഇത് എക്സ്പോണന്റ്. 5.4 is എക്സ്പോണന്റ്. എക്സ്പോണന്റ് എന്താ മക്കളെ? ഒരിക്കലും എന്താടാ? എക്സ്പോണന്റ് എന്താണ്? ഒരിക്കലും ഡെസിമൽ പോയിന്റ് വരാൻ പാടില്ല. അവിടെ എന്താണ്? ഒന്നെങ്കിൽ ഇങ്ങനെ വരാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ -5 എന്ന് വരാൻ പാടുള്ളൂ കേട്ടോ. അതായത് ഒരിക്കലും എന്താണ് മക്കളെ? ഒരിക്കലും ഡെസിമൽ പോയിന്റ് വരാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. യെസ്. നെക്സ്റ്റ്, +53.45 -6 എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കടാ, ഇത് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, കാരണം ഇവിടെ മാൻഡിസായും എക്സ്പോണന്റ് എല്ലാം ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്ത് നോക്കാം, +532.67 കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല അല്ലേ? നെക്സ്റ്റ്, 0.756 -6 കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല അല്ലേ? നെക്സ്റ്റ് എടുത്ത് നോക്കാം, കാരണം ഇവിടെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് വന്നപ്പോൾ. നെക്സ്റ്റ് എടുത്ത് നോക്കാം, -0.528 10 കുഴപ്പമുണ്ടോ? ഇല്ല. നെക്സ്റ്റ് 1 2 3 4.56789 കുഴപ്പമില്ലല്ലോ. യെസ്. അപ്പൊ ഇതൊന്നും കുഴപ്പമില്ല. ഈ ഇൻവാൾഡിന്റെ റീസൺസ് ആറ് പറഞ്ഞിട്ടില്ല, അത് തന്നെ ഫോളോ ചെയ്യും കേട്ടോ. യെസ്. ഓക്കെ. നെക്സ്റ്റ്, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻടു ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ലെറ്റേഴ്സ്. ഇവിടെ ഒക്കെ സിംഗിൾ കോഡ്സ് എന്ത് വരിക? സിംഗിൾ കോഡ്സ് എ എന്ത് വരിക്കും? അത് ക്യാപിറ്റൽ ലെറ്റർ അല്ല, ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. നെക്സ്റ്റ്, ഡബിൾ കോഡ്സിൽ ഋത എന്ത് വരിക? സ്ട്രിംഗ് ലെറ്റർ ആയിരിക്കും അല്ലേ? നെക്സ്റ്റ്, -1 to 4 എന്താ വരിക? -1 to 4 എന്ന് പറഞ്ഞായിരിക്കും അത് എന്തായിരിക്കും മക്കളെ? -1 to 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? അത് ഇന്റിജർ ലെറ്റർ. നെക്സ്റ്റ്, 12.4 ഇത് നോക്കളെ, ഫ്ലോട്ടിംഗ് പോയിന്റ് അല്ലേ?
നെക്സ്റ്റ് -12 -12 എന്ന് പറഞ്ഞ തരികട, അതും ഫ്ലോട്ടിംഗ് പോയിന്റ് തന്നെ. നെക്സ്റ്റ് രാജു /s പെൻ എന്ത് വരികട, സ്ട്രിംഗ് ലിറ്റർ അല്ലേ. 0 ഇസ് എ ഇൻഡിജർ ലിറ്റർ. നെക്സ്റ്റ് -11.99 എന്ത് വരികട, ഫ്ലോട്ടിംഗ് പോയിന്റ് അല്ലേ, ഫ്ലോട്ടിംഗ് പോയിന്റ്. ദെൻ ഡബിൾ കോഡ്സ് // അത് എസ്കേപ്പ് സീക്വൻസ് ആണ്. എസ്കേപ്പ് സീക്വൻസ് വരുന്നതായിരിക്കും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും കേട്ടോ. സിംഗിൾ കോഡ്സ് ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. നെക്സ്റ്റ് 32760 ഫ്ലോട്ടിംഗ് പോയിന്റ് അല്ലല്ലോ, എന്തായിരിക്കും, ഇൻഡിജർ ആയിരിക്കും അല്ലേ. യെസ്. ഐഡിയുടെ ഫുൾ ഫോം നമുക്ക് ഐഡിയുടെ ഫുൾ ഫോം ഇന്റഗ്രേറ്റ് ആണ്. ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് അല്ലേ. നെക്സ്റ്റ് ഹൂ ഡെവലപ്ഡ് C++, ആരെ ഡെവലപ്പ് ചെയ്ത് C++, ജേൺ സ്റ്റോപ്പ് പഠിച്ചു വെച്ചേ കേട്ടോ. യെസ്. നെക്സ്റ്റ് ഫൈൻഡ് ദ വാല്യൂ ഗിവൺ ബൈ ദ ഫോളോയിങ് എക്സ്പ്രഷൻ. J = 5. ജെയുടെ വാല്യൂ 5 ആണെങ്കിൽ, ഇനിഷ്യലി 5 ആണെങ്കിൽ എന്തുവായിരിക്കും ഇതിന്റെ വാല്യൂ? ഇവിടെ നോക്കാം. 5 × ++J. 5 × ++J എന്ന് പറഞ്ഞാൽ പ്ലസ് മുന്നെയാണ്, അഥവാ പ്രിഫിക്സ് ആണ്. അപ്പൊ എന്തായിരിക്കും? 5 × ആദ്യം എന്ത് ചെയ്യും മക്കളെ, എന്ത് ഇൻക്രിമെന്റ് ചെയ്യും? ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും അല്ലേ. ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും മക്കളെ, അവിടെ ഓപ്പറേഷൻ സ്പെസിഫിക് ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ്. ജെയുടെ വാല്യൂ എത്ര? 5 ആണ്. 5 + 1 എത്ര? 6 ആവും. 6 × 5 എത്ര മക്കളെ? 30 ആയിരിക്കും. അപ്പൊ 6 × 5 30. 30 mod 6 എത്ര ആയിരിക്കും? 0. 30നെ 6 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ റിമൈൻഡർ 0 വരത്തില്ലടാ. യെസ്. നെക്സ്റ്റ് എടുത്ത് നോക്കാം. 5 × J++. 5 × J++ എന്ന് പറയുമ്പോൾ അവിടെ J++ ശേഷമാണ്, അവിടെ പോസ്റ്റ്ഫിക്സ് ആണ്. അപ്പൊ എന്ത് വരികട? ജെയുടെ വാല്യൂ അവിടെ ഇൻക്രിമെന്റ് ചെയ്യത്തില്ല. എന്ത് വരികട? അവിടെ ഇനിഷ്യലി ഇൻക്രിമെന്റ് ചെയ്യത്തില്ല. അപ്പൊ എന്ത് വരികട? ജെയുടെ വാല്യൂ അത് തന്നെ ആയിരിക്കും. എന്ത് വരികട? 5 തന്നെ ആയിരിക്കും. അപ്പൊ എന്താണ് ഇവിടെ 5 × 5 എത്ര ആയിരിക്കട? 5 × 5 6 അല്ലെ. 5 × 5 6. സോറി 5 × 5 25 mod 6 അല്ലേ. അപ്പൊ 25 mod 6 എത്രയായിരിക്കട? 25 mod 6 എന്ന് പറഞ്ഞിരിക്കട എത്ര ആയിരിക്കട? 25നെ 6 കൊണ്ട് ഹരിക്കും. എന്തായിരിക്കട? 4 6 24 അല്ലേ. റിമൈൻഡർ 1 വരും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കേട്ടോ, ഒരിക്കലും മിസ്സാക്കല്ലേ ഇതൊന്നും. യെസ്. നെക്സ്റ്റ് നോക്കാം. വാട്ട് വിൽ ബി ദ ഓർഡർ ഓഫ് ഇവാലുവേഷൻ ഓഫ് ഫോളോയിങ് എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ നമുക്ക് എവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഓർഡർ എന്ന് പറയാം. അതാണ് ഈ ഒരു ബോക്സ് പഠിച്ചിട്ട് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം. ഇതിനകത്ത് ഈ ഒരു എക്സ്പ്രഷൻ നോക്കി, ഇതിനകത്ത് ആദ്യം ഓപ്പറേഷൻ ചെയ്യുന്ന മക്കളെ എന്തായിരിക്കട? ഈ ഒരു കൂട്ടത്തിൽ വെക്കട. ആദ്യം പ്ലസ് അല്ലേ മക്കളെ? പ്ലസ് അല്ലേ ഇവിടെ? പ്ലസ്. നെക്സ്റ്റ് അടുത്ത ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് മക്കളെ. അല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്ലസും മൈനസും കഴിഞ്ഞിട്ടാണ് അല്ലേ. അപ്പൊ പ്ലസ് മൈനസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മക്കളെ എന്തോടാ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 5ാമതല്ലേ വരുന്നത്. അപ്പൊ എന്താ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ? അപ്പൊ ഇതിന്റെ ഓർഡർ ഇങ്ങനെയാണ്. നെക്സ്റ്റ് എടുത്ത് നോക്കാം. സെക്കൻഡ് പറയുകയാണ് സാറി. എസ് പ്ലസ് എന്ന് പറയുമ്പോൾ ആദ്യം S+ <P - 2 പ്ലസ് *B. *B എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ മക്കളെ ആദ്യം വരുന്നത് അല്ലേ. ഞാൻ ഇവിടെ പ്രിഫറൻസ് പറഞ്ഞല്ലേ. അപ്പൊ സ്റ്റാർ പ്ലസ് മൈനസ് ലെസ് ദാൻ, ഈ ഒരു ഓർഡർ ആയിരിക്കും അല്ലേ. യെസ്. ഈ ഒരു നമ്മൾ ആ ഒരു ബോക്സിൽ കിടക്കുന്ന ആ ഒരു ഓർഡർ തന്നെ കീപ്പ് ചെയ്യാം, വേറെ പരിപാടിയൊന്നും ഇല്ല. ഓക്കെ അല്ലേ. യെസ്. നെക്സ്റ്റ്, വാട്ട് വിൽ ബി ദ റിസൾട്ട് ഓഫ് ദി ഫോളോയിങ് ഇഫ് നം is equal to initially Cout num then Cout num is equal to 5. ഇവിടെ വെക്കാം. Cout num എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മിൽ കിടക്കുന്ന വാല്യൂ എന്താണ്? 6 പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ്, Cout num is equal to 5. നം ഈക്വൽ ടു 5 എന്ന് പറഞ്ഞത് നം ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാല് നം ഈക്വൽ ടു 5, നമ്മിന്റെ വാല്യൂ 6 ആണ്. 6ഉം 5ഉം ഈക്വൽ ആണോ മക്കളെ? 6ഉം 5ഉം ഈക്വൽ, അത് ഫോൾസ് ആണ് അല്ലേ. ഈക്വൽ അല്ലാതെ ഫോൾസ് ആണ്. ക്ലിയർ. നെക്സ്റ്റ്, നമ്മളിത് ക്ലാസ് ചെയ്തതാണല്ലോ. ഫൈൻഡ് എറേഴ്സ് ഇഫ് എനി ഫോളോയിങ് C++ Cout എന്താണ്? Cout A ഡബിൾ കോട്ട്സ് ദെൻ വീണ്ടും 8 ടേക്കുന്നത് വരികട. അത് എറർ അല്ലേ. കാര്യം എന്താടാ? അവിടെ വീണ്ടും പൊട്ടിറ്റീവ് ഓപ്പറേറ്റർ കൊടുക്കണം. അപ്പൊ എന്താ എങ്ങനെ വരടാ? Cout ഡബിൾ കോട്ട്സിൽ A എന്ന് കൊടുക്കും അല്ലേ. ദെൻ C ഇൻ എന്താണ്? ഒരിക്കലും സ്ലാഷിന് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്താ C in Y എന്ന് മാത്രം കൊടുത്താൽ പോരെ. C in Y എന്ന് മാത്രം കൊടുത്താൽ അതല്ലേ. എസ്കേപ്പ് സീക്വൻസ് C ന് കൊടുക്കേണ്ട, അല്ലാതെ Cout കൊടുക്കേണ്ടതായിട്ട് കേട്ടോ. ഓർത്തിരിക്കാം. ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? ഓക്കെ. യെസ്. ഓക്കെ. യെസ്. ഓക്കെ. യെസ്. അപ്പൊ ഇത് നോക്കാം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ്
IO stream is not included in the program. IO stream ആണെങ്കിൽ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തില്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് മക്കളെ? നമ്മൾ കുറെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഉണ്ടല്ലേ. ഫോർ എക്സാമ്പിൾ സി ഇൻ സി ഔട്ട് നോട്ട് വർക്കിംഗ്. ഓക്കെ, അപ്പൊ ഒരിക്കലും സീനും സി ഔട്ട് നമുക്ക് ഒരിക്കലും വർക്ക് ചെയ്യത്തില്ല. പിന്നെ നമ്മളെ സീനും സി ഔട്ടും വർക്ക് ചെയ്ത് നമുക്ക് ഹെഡർ ഫയൽ വെച്ചിട്ടായിരിക്കും. പിന്നെ കുറെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് വർക്ക് ചെയ്തില്ല. അപ്പൊ അത്തരത്തിൽ എന്താണ് മക്കളെ, സീന് സി ഔട്ട് വർക്ക് ചെയ്യത്തില്ല. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ IO സ്ട്രീമിൽ അടങ്ങിയിരിക്കുന്ന ഇൻഫർമേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഉണ്ട്, അതൊരിക്കലും വർക്ക് ചെയ്യത്തില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ സീനും സി ഔട്ടും ഒരിക്കലും വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് മക്കളെ ഈ ഇതില് വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ. സോ എല്ലാവരും പഠിക്കുക. അപ്പൊ നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ ഓക്കെ, ബൈ, സി യു.